ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെന്താണ്, അപ്പം അങ്ങനെ നമ്മളുടെ നനച്ചുടി പരിപാടികളൊക്കെ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇന്നത്തോടുകൂടി അത് കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അതെന്ന് വർക്ക് ഏരിയ ആണൊന്ന് ക്ലീൻ ആക്കാനുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കിയാലും പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വൃത്തികേട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ അങ്ങനെ ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അന്നിവിടെ ഉണ്ടായിരുന്നില്ല, തലേദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളാണ് അതൊക്കെ കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ നേരെ അങ്ങനെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വൃത്തിയാക്കണ ദിവസമായതുകൊണ്ട് തന്നെ അതൊക്കെ അതിൻ്റെ അടിയിലിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ തേങ്ങ ഇടാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ അതേ ഓരോ ബോക്സിൽ ഓരോന്നിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വേണ്ടിയിട്ടുള്ളതൊന്നല്ല, എന്നാലും കളയാനും പറ്റില്ല. ഇത് നമ്മൾ പാതുട്ടുണ്ടാക്കിയ ചന്ദനത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചന്ദനത്തിരിയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് അതങ്ങനെ ഇരിക്കണം. പിന്നെ ഇതൊക്കെ അതേ സൺഫ്ലവറിൻ്റെ സീഡാണ്. അതൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു എടുക്കാതെ വെച്ചിട്ടേ. വർക്ക് ഏരിയയിൽ പിന്നെ വല്ലാണ്ട് കച്ചറൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ കുറച്ച് മാറാല തട്ടാനുണ്ട്. പിന്നെ ഈ 2 ബക്കറ്റിൽ കുറച്ച് വേണ്ടാത്ത ചാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കളയാനും പറ്റില്ല, എന്നാലാണെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ പെയിൻ്റൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ബാത്റൂമാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ അടർന്നു വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ. ഈ ചുമരിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പഴയ ബ്രഷാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പെയിൻറ്റിൻ്റെ പഴയ ബ്രഷ് ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ സുഖമാണ്. പെട്ടെന്ന് അതിൻ്റെ സൈഡൊക്കെ നമുക്ക് അടിച്ചിങ്ങോട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ചൂലുകൊണ്ട് ഇങ്ങനെ തോണ്ടി നിൽക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ബക്കറ്റൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കാൻ. അപ്പോഴാണ് പിന്നെ ഈ ഒരു അടുപ്പിൻ്റെ തറ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. നമ്മളെപ്പോഴും വൃത്തിയാക്കണതൊക്കെ തന്നെ, അപ്പോൾ ചെയ്യുമ്പോൾ മൊത്തത്തിലൊന്ന് ചെയ്യാമല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കിട്ടിയത്. അതൊക്കെ ഒന്ന് മറ്റേ ഹരിതകർമ്മസേനയുടെ ബക്കറ്റിലേക്ക് ആക്കി വെക്കുകയും വേണം. അപ്പോൾ മൊത്തത്തിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ. നമ്മളിങ്ങനെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ ഇവിടെയൊക്കെ കയറുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. എൻ്റെ കൈ തന്നെ ഈ ഒരു പണിയുടെ ഇടയിൽ ആ ഗ്രില്ലിൻ്റെ സൈഡിൽ തട്ടിയിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇരുമ്പുമ്മലൊക്കെ തട്ടിയിട്ട് കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഉണങ്ങി കിട്ടാനും കുറച്ച് പണിയാണ്. നല്ല നീറ്റം ഉണ്ടാവില്ലേ. പിന്നെ കയറുമ്പോഴും നോക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ കാല് വെക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പണിയാവും. എനിക്കിങ്ങനെ മൊത്തത്തിൽ സാധനങ്ങളാണ്ട് വലിച്ചിട്ടിട്ട് ചെയ്യണേക്കാളും എളുപ്പം തോന്നുന്നത് ഓരോ ഭാഗമായിട്ട് നീക്കി അങ്ങനെ വൃത്തിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ പിന്നെ വലിയൊരു ഭാഗമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഗ്യാസ് കുറ്റിയൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തേങ്ങ പൊളിക്കുന്നത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി വെച്ച് അതിൻ്റെ അടിയിലൊക്കെ പിന്നെ ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ കറ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു ഭാഗം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. നല്ലപോലെ പെയിൻറ്റും പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ചുമരിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ തറയുടെ സൈഡൊക്കെ തേച്ചത് പൊട്ടി പോന്നിട്ടുണ്ട്. വല്ലാണ്ട് ശ്രദ്ധിക്കാറില്ല, പക്ഷെ വീഡിയോയിൽ കാണുമ്പോഴാണ് ശരിക്കും അറിയണത്. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം ഇൻഷാ അല്ലാ. പിന്നെന്താ, നിങ്ങളൊക്കെ നോമ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞോ? നമ്മളത് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ഇനി കുറേ തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പ്രത്യേകം മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.